കൂട്ടുകാരെ, എല്ലാ ദിവസത്തെയും പോലെ ഇന്ന് പുട്ടും പയറും പുട്ടും കടലയല്ല, പകരം ഇന്ന് ഗ്രീൻ പീസ് കറിയും ചപ്പാത്തിയാണ്. വിമലേട്ടനാണ് കിച്ചണിൽ. ആൾ വൈഫുമായിട്ട് സംസാരിക്കുകയാണ്. കാരണം ബോട്ടിപ്പോൾ ആങ്കറിലാണ്. ഞങ്ങൾ നൈറ്റിലെ പണിയെല്ലാം കഴിഞ്ഞ് കാലത്തെ ഫുഡിലേക്ക് കിടക്കുക. ഇത് എണ്ണ ചൂടായി കടുക് പൊട്ടിച്ച് കരിവേപ്പില ഇട്ടു, ഉള്ളിയും പച്ചമുളകും ഇട്ടു. ബോട്ടിലെ കിച്ചൻ്റെ അടുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ഥലക്കുറവാണ്. വെളുത്തുള്ളി ഇഞ്ചി ഇട്ടു. കാരണം ഈ സൈഡിൽ ബർണറും ആ സൈഡിൽ അടപ്പിൻ്റെ അകത്ത് ഗ്യാസ് സിലിണ്ടറുമാണ്. ഇത് ചപ്പാത്തി റെഡിയാക്കി സൈഡിൽ വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാലെടുക്കാനുള്ള തേങ്ങാപ്പീര റെഡി. കിഴങ്ങും ബീൻസും ക്യാരറ്റും ഗ്രീൻ പീസുമായിട്ട് എല്ലാം കൂടെ വിസിലടിപ്പിച്ച് വേവിച്ച് സൈസാക്കി വെച്ചിട്ടുണ്ട്. ഇത് മസാല മൂപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾ. കാരണം വീഡിയോ ഒരുപാട് ലെങ്താക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ അത്യാവശ്യം നന്നായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തത്. പിന്നെ പെപ്പർ മസാലയാണ്, പെപ്പർ കൂടുതലാണ്. മുളക് പൊടിയുടെ ആവശ്യമില്ലല്ലോ ഗ്രീൻ പീസിന്. പിന്നെ എരിയുടെ കാര്യത്തിൽ ഒരു കുറവുമില്ല, കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. അങ്ങനെ മസാലയെല്ലാം മൂത്തിട്ടുണ്ട് ഉള്ളിയായിട്ട്. പിന്നെ കുറച്ച് ഗരം മസാലയുടെ കുറവുണ്ട്. ക്ലൈമാക്സിൽ ഗരം മസാല ഇട്ടാൽ മതി എന്നാണ് പുള്ളിയുടെ തീരുമാനം. ഇത് തേങ്ങാപ്പാൽ റെഡി. അത് 1 ലിറ്ററിൻ്റെ കപ്പാണ്. ഏകദേശം ഒരു 850-900 മില്ലിയോളം അതിനകത്തുണ്ട്. ഇത് ലേശം വെള്ളം ഒഴിച്ചിട്ട് ഇതാണ്ട് മസാല സൈസാക്കി. എന്താണ്ട് ക്ലൈമാക്സ് ടച്ച് ഗരം മസാലയും കൂടി ഇടിയാണ്. അതുകൂടെ ആകുമ്പോഴേ കറിക്കൊരു തൃപ്തി ആവത്തുള്ളൂ. അങ്ങനെ അരപ്പ് തിളച്ചിട്ടുണ്ട്. എല്ലാം സൈസാണ്. അത്യാവശ്യം പാകമായിട്ടുണ്ട്. ഇനി ഗ്രീൻ പീസ് ഇടാം. അങ്ങനെ ഇതാ കുക്കറും ഗ്രീൻ പീസും എടുത്തിട്ടുണ്ട്. തട്ടിയിടാൻ നമുക്ക് പറ്റില്ല, സ്ഥലം വളരെ കുറവാണ് കിച്ചൻ്റെ ഡോറിന്. അതായത് സ്റ്റൗ പെട്ടിയുടെ ഡോറിന് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് കരണ്ടിക്ക് പകർത്തിയിടാനേ പറ്റൂ. അതാണ് ഏറ്റവും സേഫ്. അല്ല അവിടെ അകത്ത് മൊത്തം വീഴും. പിന്നെ ഉറുമ്പും പാറ്റയുടെയും ബഹളമാണ്. ആ കടി നമ്മൾ തന്നെ കൊള്ളേണ്ടി വരും. അങ്ങനെ താണ്ടി അരപ്പ് അടിയിൽ ചൂടായി തുടങ്ങി. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ തീ നമുക്കിനി കൂട്ടാം. ഇപ്പോൾ താണ്ട് ഉപ്പ് പാകത്തിന് ഇടുന്നുണ്ട്. ഉപ്പ് പിന്നെ മാന്യമായിട്ട് ഇടത്തുള്ളൂ. എരി കാരണം അളവിലധികം ഇടുന്നുണ്ട്. ഉപ്പിൻ്റെ കാര്യത്തിനകത്ത് ഒരു കൺട്രോളുണ്ട്. പുള്ളി തന്നെ ടേസ്റ്റ് നോക്കിയാൽ പുള്ളി കൊള്ളാമെന്നാണ് പറഞ്ഞത്. പക്ഷേ പുള്ളി കള്ളം പറയത്തില്ല കേട്ടോ. പുള്ളിയുടെ കറി അന്യായ ടേസ്റ്റാണ്. ഒരു രക്ഷയില്ലാത്തൊരു മനുഷ്യനാണ്. പുള്ളിയുടെ വൈഫ് എന്തായാലും ഒരു ഭാഗ്യം ചെയ്ത ആളാണ്. നല്ല അടിപൊളി കറിവെപ്പുകാരനാണ്. അങ്ങനെ തേങ്ങാപ്പാൽ താണ്ട് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ബാക്കി വെച്ചു, എന്നാലും അത് വീണ്ടും ഒഴിക്കുകയാണ്. വേണ്ടത് കഴിഞ്ഞു. ഫോറിനോട്ട് ഒഴിച്ച് തണ്ടിഞ്ഞ് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അടപ്പടച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് എല്ലാം റെഡി. ഇതാ ക്ലൈമാക്സ് ടച്ച് ചെയ്താൽ വീണ്ടും കറി ലീവ്സ് വിതറുകയാണ്. അപ്പം ഏകദേശം കറി കംപ്ലീറ്റായി. ഇനി ചപ്പാത്തി ചുടണം. അത് അടുത്ത ആളാണ്. ചപ്പാത്തി മാസ്റ്റർ സിനു ആണ് അടുത്ത കിച്ചണിലേക്ക് വരാൻ പോകുന്നത്. ഇത് തിളച്ച് നല്ല പാകമായി. ഇതാണ് സിനു ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുക. ആൾ നല്ല 6 അടി നീളമുള്ള ആളാണ്. ഇത് ചരുവത്തിൽ ഏകദേശം ഒരു 1.5 പാക്കറ്റോളം ചുട്ട് മാറി. ഇനി ബാലൻസ് ഉള്ളതും കൂടെ ചുട്ടാൽ മതി. 5 പാക്കറ്റോളം ഉണ്ട്. ഞങ്ങൾ 8 പേരാണ് ഉള്ളത്. ആൾക്ക് 5 വീതം. പിന്നെ 1 പാക്കറ്റ് എക്സ്ട്രാ ഉണ്ട്. കാരണം രണ്ടാമത് വിശക്കുന്നവർക്ക് കഴിക്കാം. എന്തായാലും ഇതാ വീട്ടിലുള്ള കണക്കാണ്. നോൺ സ്റ്റിക്കും നമ്മുടെ ബോട്ടിലുണ്ട് കേട്ടോ. എല്ലാം പറഞ്ഞ പോലെ തന്നെ, ഒന്നിനും കുറവൊന്നുമില്ല. പിന്നെ ഇവിടെ എല്ലാവരും അടുത്തടുത്ത് നിൽപ്പുണ്ട്. പുള്ളിക്ക് അങ്ങനെ വീഡിയോ എടുക്കുന്ന ഇഷ്ടമല്ല. ആളതാണ് പെട്ടെന്ന് ഷോക്കായത്. അതുകൊണ്ട് വിമലേട്ടൻ ചപ്പാത്തി എല്ലാവർക്കും വിളമ്പി വെച്ചുകൊണ്ടിരിക്കുകയാണ്. സാബു ചേട്ടൻ വിശന്ന് കുടല് കരിഞ്ഞതായിരിപ്പുണ്ട്. ഇതാണ് ജോസേട്ടൻ, ഞങ്ങളുടെ ഡ്രൈവർ. ഇതാണ് ഞങ്ങളുടെ സ്രാങ്ക് മുത്ത്. ഇത് എമ്മാനുവൽ ഏട്ടൻ. ആൾ പ്രവാസ ജീവിതമൊക്കെ കഴിഞ്ഞ് കടലിൽ വന്നേ ഉള്ളൂ. പിന്നെ ബോട്ടിൽ പോയി ശീലിച്ച ആൾ അങ്ങനെയാണ്. നല്ല ഫുഡിന് വേണ്ടി കടലിൽ തന്നെ വരും. എല്ലാവരും അകത്തേക്ക് വന്നു. ഇനി നൈസായിട്ട് ഫുഡ് കഴിക്കാം. വിമലേട്ടൻ എല്ലാവർക്കും പകർത്തുന്നു. പത്രസപ്പച്ചൻ കറിയായിട്ട് അടുത്ത് വരുന്നുണ്ട്. കറി താണ്ടെ കുറുകി നല്ല പരുവത്തി ഇരിക്കുകയാണ്. ഇനി അങ്ങോട്ട് വിളമ്പിയാൽ മാത്രം മതി. അങ്ങനെ ചപ്പാത്തി എല്ലാം വെച്ച് തീർന്നു. ഇനി വിളമ്പാം. ആദ്യത്തെ ചപ്പാത്തി 2 ചപ്പാത്തി മാത്രമേ എടുത്തുള്ളൂ. സ്രാങ്ക് ഒരുപാട് കഴിക്കത്തില്ല. പുള്ളി ഫുഡിൽ വളരെ പുറമോട്ടാണ്. ഫസ്റ്റിലെ പതിവ് പോലെ തന്നെ എല്ലാവരും ചെയ്യുന്ന കണക്ക് തന്നെ ഞങ്ങളും ചെയ്യണത്. ആദ്യമേ സ്രാങ്കിന് കൊടുത്തിട്ടേ കഴിക്കൂ. വിശന്ന് കുടൽ കരിഞ്ഞിരുന്ന സ്രാങ്കിന് ഇപ്പോൾ സന്തോഷമായി. കാരണം ഏകദേശം മണി 9:30 വലയിലെ പണിയും തീർത്ത് ചിരക്കെല്ലാം ഐസ് ചെയ്തിട്ട് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി കഴിക്കത്തുള്ളൂ. ഈ ഫുഡ് ഉണ്ടാക്കുമ്പോൾ തന്നെ 1 മണിക്കൂറോളം അങ്ങനെ പോവും. പിന്നെ ഇതിന് പിന്നെ കഷണം ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ പേര് ആരും വഴക്ക് കൊള്ളത്തില്ല. കറക്റ്റായിട്ട് എല്ലാവർക്കും വിളമ്പി മാറുന്നുണ്ട്. ആളം വീതം 5 ചപ്പാത്തി വീതം വെച്ചിട്ടാണ് ഫസ്റ്റ് നമ്മൾ വിളമ്പുന്നത്. കറിയും എല്ലാം ആവശ്യത്തിന് വിളമ്പി മാറിക്കൊണ്ടിരിക്കുക.
ബോട്ടിൽ പിന്നെ നമുക്ക് സ്റ്റീൽ പാത്രം യൂസ് ചെയ്യാൻ പറ്റും. കാരണം കഴുകാനും എടുക്കാനും കൊണ്ട് വെക്കാനും എല്ലാം എളുപ്പം അത് തന്നെയാണ്. മറ്റു പാത്രം നമുക്ക് പറ്റില്ല. ഫൈബറിൻ്റെ ആയാലും പ്ലാസ്റ്റിക്കിൻ്റെ ആയാലും ഉടയുന്ന പ്ലേറ്റ് ആയാലും ഒന്നും പോസിബിളല്ല. കൊണ്ട് നടക്കാൻ എല്ലാത്തിനും എളുപ്പം ഇത് തന്നെയാണ്. അങ്ങനെ താണ്ടെ കറി പകർത്തി തീർന്നു. ഇനി എല്ലാവരും കഴിച്ചാൽ മാത്രം മതി. ആ ഡ്രൈവർ ജോസേട്ടനാണ് കഴിക്കുന്നത്. അപ്പം പൊളിയല്ലേ? ഓക്കെ എന്നാൽ.